ലോകത്തിലെ ജനസംഖ്യയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത്. സ്പോർട്സ് ഇനത്തിൽ ഒന്നാമത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. എന്നിട്ടും നമ്മളുടെ രാജ്യത്ത് ഈ ഫുട്ബോൾ ടീമിന്റെ റാങ്കിങ് എന്ന് പറയുന്നത് 133ആണ്. അത് റീസെന്റ് 133 ആയതാണ്. ലാസ്റ്റ് 9 വർഷത്തെ കണക്കെടുത്താൽ ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിന് ആരാണ് കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡീപ്പ് ഇൻസൈഡ് ഇതിന്റെ കാരണങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു ഗവൺമെന്റ് റെഗുലേഷൻ ഇത് നോക്കുന്നില്ല. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഫുള്ള് പൊളിറ്റിക്സും പാർട്ടി പരിപാടികളും ഒരു സാധനം മെല്ലെ മെച്ചപ്പെടുന്നതിനേക്കാളും മുമ്പ് അതിനകത്ത് പൊളിറ്റിക്സ് കൊണ്ടുവരിക, അതുപോലെ തന്നെ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന രീതിയിലേക്ക് ആകുമ്പോൾ ഇത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു മെജോറിറ്റി ആൾക്കാരും ഈ ഇന്ത്യയിൽ തന്നെ എത്ര ഫാൻസ് ഉണ്ടെന്ന് അറിയാം ഫുട്ബോളിന്. നമ്മുടെ കേരളത്തിലെ കണക്കെടുത്താൽ തന്നെ ഫുട്ബോൾ അറിയാത്ത ഒരാൾ പോലും ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. ലൈക്ക് അത്രയ്ക്ക് ഫാൻ ഒരു കുടുംബത്തിൽ ഒരാൾ ഇങ്ങനെ ഒരു ഫുട്ബോൾ അറിയുന്നവരെ ഉണ്ടാവും. സോ അത്രയ്ക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിമിന് നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഈ വേണ്ട പോലെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്? നമ്മുടെ ഗവൺമെന്റ് എന്താണ് ഒരു ആക്ഷൻ എടുക്കാത്തത് എനിക്കറിയില്ല. ഒരു സത്യം പറഞ്ഞാൽ ഒരു 10-15 വർഷം മുൻപ് ഫുട്ബോൾ എന്താ, പ്ലേയേഴ്സ് എന്താണെന്നും അറിയാതിരിക്കുകയായിരുന്നു. പിള്ളേർക്ക് പോലും എന്താണ് ഫുട്ബോൾ എന്ന് അറിയില്ല. നമ്മൾ കളിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കളിച്ചിട്ടൊന്നും കിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നതിൽ നിന്ന് നമ്മളുടെയൊക്കെ പാരന്റ്സ്, ചെറിയ ചെറിയ ആൾക്കാരുടെ പാരന്റ്സ് ഒക്കെ കുട്ടികളെ കോച്ചിങ്ങിന് വിട്ട് ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇതിലേക്ക് കുറെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സോ അവരുടെയൊക്കെ മുന്നിൽ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ദിവസം തോറും. ഇപ്പം എന്താ റീസൺ? ഇപ്പം കുറച്ചെങ്കിലും നമുക്ക് ഒരു ഫുട്ബോളിനെ കുറിച്ച് മീൻസ് അറിയുമെങ്കിലും ഫുട്ബോൾ ഫാൻസ് ആയിട്ട് കുറെ കാലങ്ങളായിട്ടുള്ളവർക്ക് ഫുട്ബോളിനെ കുറിച്ച് ഇപ്പോഴും അറിയാം. പക്ഷേ ഇത്രയും പോപ്പുലാരിറ്റി ISL പോലുള്ള വലിയ വലിയ ലീഗ് ടൂർണമെന്റ് വന്നതുകൊണ്ടാണ് കുറച്ചും കൂടി പോപ്പുലർ ആയത്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ അതിൽ വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ ISL പറഞ്ഞിട്ടുള്ള ടോപ്പിക് നമ്മുടെ രാജ്യത്ത് തന്നെ വലിയ വലിയ ലെജൻസ് വന്ന് നമ്മുടെ നാട്ടിൽ കളിച്ചിട്ടുള്ളതാ. ഈവൻ കാർലോസ്, ബ്രസീലിന്റെ റോബർട്ടോ കാർലോസ് വരെ ഇന്ത്യൻ ഫുട്ബോൾ ISL വന്നിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയൊക്കെ ഇത്രയ്ക്കും ലോകം മൊത്തം നമ്മുടെ ഫുട്ബോളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ടോപ്പ് ലീഗാണ് ഇപ്പം ഹോൾഡിൽ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്സ്, എന്ത് ചെയ്യണം, അനിശ്ചിതത്വം എന്ന് പറയാം. എത്ര ഇറസ്പോൺസിബിൾ ആണ് നോക്കിയൊക്കെ ഈ സ്പോർട്സ് മിനിസ്റ്റർ ആരായാലും. ഇതിപ്പം എന്നെ പോലൊരു ഇൻഫ്ലുവൻസർ ഷെയർ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ഫുട്ബോളിനെ ആരാധിക്കുന്ന ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ടാവും. എന്നാലും ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലും അറിയണം, എന്തെങ്കിലും എത്തണം എന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല എന്നെങ്കിൽ അവരെ താഴെ കമന്റ് ചെയ്ത് നിങ്ങളൊന്ന് അവരുടെ അടുത്തും കൂടി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറയും. നമ്മുടെ ഇന്ത്യൻ സ്പോർട്സ് മിനിസ്റ്ററിലേക്ക് ഇത് എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന്, കേരളത്തിന്റെ സ്പോർട്സ് മിനിസ്റ്ററിലേക്ക് എത്തിച്ചാൽ അവർ മുഖാന്തരം നമ്മുടെ ഇന്ത്യൻ മിനിസ്റ്ററിലേക്ക് എന്തെങ്കിലും രീതിയിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ആയിട്ട് എങ്ങനെയും ചെയ്തിട്ട് ഒരു വലിയ രാജ്യത്തിന്റെ ഒരു സ്പോർട്സ് തന്നെയാണ് ഇല്ലാണ്ടാവുന്നത്. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് ലൈക്ക് ആസ് എ ഫുട്ബോൾ ഫാൻ, ആസ് എ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ ഒന്നും പറയുന്നില്ല, ലൈക്ക് ആസ് എ ഫുട്ബോൾ ഫാൻ വളരെ വിഷമമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യല്ല. നിങ്ങൾക്ക് ആരാണ് ഇത് ഷെയർ ചെയ്ത് ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ടോപ്പിനെ കുറിച്ച് ആരെങ്കിലും പറയണമെന്നുണ്ട്, അവർ പറഞ്ഞിട്ടില്ല, അതിൽ അവരെ ടാഗ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറയും. വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.